ഹരേ കൃഷ്ണ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകേ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഭഗവാന്റെ ലീലകൾ നമ്മൾക്ക് അചിന്ത്യമായിട്ടുള്ള ലീലകളാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ മനസ്സുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഭഗവാൻ അവതരിച്ച് ലീലകൾ ചെയ്ത് ഇവിടുന്ന് തിരിച്ചു പോയതല്ല. ഇന്നും ഭഗവാന്റെ ലീലകൾ നിരന്തരം നടന്നുകൊടുക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ആ പരിസരത്ത് ക്ഷേത്രത്തിലാണെങ്കിലും, അതേപോലെ വൃന്ദാവനത്തിലാണെങ്കിലും, അതേപോലെ ഇവിടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ, പന്തർപൂർ, എല്ലാ സ്ഥലത്തും ഭഗവാന്റെ ലീലകൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മനസ്സിലാക്കാനുള്ള മനസ്സും വിശ്വാസവും ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾക്ക്. ഇത് ഇവിടെ ശ്രീനാഥ് ജഗന്ന ഒരു 350 വർഷങ്ങൾക്ക് മുമ്പായിട്ട് നടന്നിട്ടുള്ള ഭഗവാന്റെ ഒരു ലീലയാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ഭഗവാൻ ശ്രീനാഥ് ജി ഗോവർദ്ധനമുയർത്തി നിൽക്കുന്ന ഭഗവാന്റെ ആ മൂർത്തിക്കാണ് ശ്രീനാഥ് ജി എന്ന് പേര് പറയുന്നത്. ഭഗവാൻ അവതരിച്ച സമയത്ത് ഭഗവാന്റെ കൂടെ അഷ്ടസഖാക്കൾ വന്നിരുന്നല്ലോ ഭഗവാന്റെ കൂടെ ഗോലോക വൃന്ദാവനത്തിൽ നിന്നും. അവരെല്ലാവരും വീണ്ടും ജനിച്ചു, ഈ കലിയുഗത്തിൽ ജനിച്ചു. എന്തിനു വേണ്ടി പറഞ്ഞാൽ ഭഗവാന്റെ ആ ലീലകളെ അത്ഭുതകരമായ ലീലകളെ ലോകത്തിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അഷ്ടസഖാക്കൾ അവതരിച്ചു എന്നാണ്. അപ്പോൾ അതിൽ ഗോവിന്ദസ്വാമി എന്നുള്ള ഒരു സഖാവ്, ഭഗവാന്റെ ഗോവിന്ദസ്വാമി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. പൂർവ്വജന്മത്തിൽ അദ്ദേഹം എറ്റേണലായിട്ടുള്ള അതിൻ്റെ പൂർവ്വരൂപം എന്താണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അഷ്ടസഖാക്കളിൽ ഒരാളായിരുന്നു എന്നതാണ്. അപ്പോൾ ശ്രീനാഥ്ജിക്ക് ഭംഗിയായിട്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പണ്ഡിറ്റ്ജി അലങ്കരിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ തൻ്റെ ആ നെറ്റിയിൽ അണിഞ്ഞിട്ടുള്ള ഒരു രത്നമുണ്ട്, അതെടുത്തിട്ട് ഈ ഗോവിന്ദസ്വാമിയെ എറിയുന്ന സമയത്ത് ആ ഗോവിന്ദസ്വാമി അവിടെ ഇരുന്ന പദങ്ങൾ, അതായത് കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കും, ഭഗവാന്റെ ലീലകൾ പാടിക്കൊണ്ടിരിക്കും. അതിനാണ് ഗോവിന്ദസ്വാമിയെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ നെറ്റിയിലേക്ക് ഇത് വന്ന് വീഴുകയാണ്. അത് വീഴുന്ന സമയത്ത് ഒരു വലിയൊരു മുഴ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. അപ്പോൾ ഈ ഒരു മുത്ത് എടുത്തിട്ട്, ഈ രത്നം എടുത്തിട്ട് ഭഗവാന്റെ നേരെ എറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ഡിറ്റ്ജി ചോദിച്ചു, എന്താ അത് ഭഗവാനെ ഇതുകൊണ്ട് എറിയേ ചോദിക്കുകയാണ്. അതെ, നിങ്ങളുടെ ആ ഭഗവാനുണ്ടല്ലോ, എന്നെ എറിഞ്ഞിട്ടതാ എൻ്റെ ഈ നെറ്റിയിൽ മുഴ വന്നു, കണ്ടില്ലേ മുഴ എന്ന് ചോദിക്കണം. അപ്പം അത്ര ഇഷ്ടമായിരുന്നു ഈ ഗോവിന്ദസ്വാമിയെ ഭഗവാനെന്നാണ്. അപ്പോൾ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എനിക്ക് ദാൽ ബാട്ടി വേണമെന്ന് പറയും. ദാൽ ബാട്ടി എന്ന് പറഞ്ഞാൽ ഒരു വിശേഷപ്പെട്ട, അതായത് അവിടെ പ്രത്യേകമായിട്ടുള്ളൊരു റൊട്ടി, അങ്ങനെയുള്ള സബ്ജി, അതിനൊക്കെയാണ് ദാൽ ബാട്ടി എന്ന് പറയുന്നത്. എനിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇവിടെ ചപ്പൻ ഭോഗ് ധാരാളം നിവേദ്യങ്ങളുണ്ട്, ഇവിടെ നിനക്ക് തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ആ ഭക്ഷണം എന്തിനാണ് എനിക്ക് വേണം. ഭഗവാൻ വാശി പിടിക്കുകയാണ്. ഓ ശരി, അങ്ങനെ തന്നെ ഞാൻ വരും, എൻ്റെ വീട്ടിലേക്ക് വരും എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഈ ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയിൽ അടിച്ചു വരുന്ന ഒരാളുണ്ടായിരുന്നു. ഭഗവാൻ ആരോടും ഭേദഭാവനല്ലേ ഭഗവാൻ, എല്ലാവരും ഒരേപോലെ ഭഗവാൻ അടിച്ചു വരുന്ന ഒരാൾ. അദ്ദേഹത്തിനാണെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് കടക്കാൻ പാടില്ല, ദൂരെ അധകൃതൻ എന്ന് പറയും, അങ്ങനെയുള്ളവരെ അടിച്ചു വരാണ്. അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹം ഭഗവാനെക്കുറിച്ച് കേൾക്കാനായിട്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുത് ആര് വരുന്ന സമയത്തും അവരോട് ചോദിക്കും, ഇന്ന് ഭഗവാൻ എന്താ ആഭരണം ധരിച്ചത്, ഏത് വസ്ത്രം ധരിച്ചത്, ഇന്നെങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് എന്നും ശ്രീനാഥിയെക്കുറിച്ചിട്ട് ഭഗവാനെക്കുറിച്ച് ചോദിക്കും. അങ്ങനെ ചോദിച്ച് അദ്ദേഹത്തിന് ഭഗവാനോട് അത്രയും വിശ്വാസമായി. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം, എനിക്കൊന്ന് ഭഗവാനെ കാണണം എന്നാഗ്രഹം. ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് കടക്കാൻ അന്നത്തെ ആഭിജാത്യമുള്ള ആളുകൾ അദ്ദേഹത്തിനെ സമ്മതിക്കില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ പല കീർത്തനങ്ങളൊക്കെ പാടും.
അവിടെ ഏറ്റവും വലിയൊരു സേവയാണ് ഇത് ജാഡു സേവ എന്ന് പറഞ്ഞാൽ അടിച്ചുവാരുന്ന സേവ എന്നുള്ളത്. അപ്പോൾ എന്നും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ആ സമയത്തൊക്കെ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ ഗോവിന്ദസ്വാമിയോട് ഭഗവാൻ പറയുന്നു, ഞാൻ ഇന്ന് എൻ്റെ അവിടേക്ക് വരും എന്ന് പറയാണ്. സാധാരണ ഈ വൃന്ദാവനത്തിലൊക്കെ ഒരു 12 മണി 1:30 മണിയൊക്കെ കഴിഞ്ഞ് 12 മണി കഴിഞ്ഞാൽ നടയടയ്ക്കും. കാരണം എന്താണ്, 2 മണി മുതൽ ഭഗവാൻ പശുവിനെ മേയ്ക്കാൻ പോകുന്നു എന്നാണ് സങ്കല്പം. അഷ്ടസഖാക്കളോടുകൂടി പശുവിനെ മേയ്ക്കാൻ പോകുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ പശുവിനെ മേയ്ക്കാൻ പോകുന്നു എന്നുള്ള സങ്കല്പമായതുകൊണ്ട് നേരത്തെ നടയടയ്ക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ നട അടച്ചു കഴിഞ്ഞ് പണ്ഡിറ്റ്ജി പോയതിന് ശേഷം ഈ ശ്രീനാഥ്ജി എന്ത് ചെയ്തു, ആ ജനലിൻ്റെ അഴിയൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ചാടുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ളു കുത്തി എന്നാണ് പറയണത്. അപ്പോൾ അയ്യോ ആരെങ്കിലും വരണേ എൻ്റെ കാലിൽ മുള്ളു കുത്തി, ആരെങ്കിലും വരണേ ഉറക്ക വിളിച്ച് കരയാണ്. ഭഗവാൻ ഉറക്ക കരയുമ്പോഴാണ് ഈ അടിച്ചു വരുന്ന ആൾ അവിടെ കിടന്നൊന്ന് മയങ്ങിയതാണ്. പെട്ടെന്ന് ഉണർന്നു. ഇതെന്താ ഭഗവാനല്ലേ കരയണത്? അയ്യോ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ അവിടേക്ക് കടത്തില്ല, ആളുകൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ഓടിക്കുന്ന ഈ അടിച്ചു വരുന്ന ആൾ പറയാണ്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ പറയാണ്, എനിക്ക് വേദനിച്ചിട്ട് ഇങ്ങനെ പൊളയുമ്പോഴാണോ ഇവിടെ വരില്ല എന്ന് പറയണത്, അശുദ്ധി നോക്കണത്, വേഗം വാ എന്ന് പറയാണ്. അപ്പോൾ ആൾ വന്ന് നോക്കിയിട്ട് അപ്പോൾ ഭഗവാന്റെ കാലിങ്ങനെ, എൻ്റെ കാലിൽ നോക്ക്, ഇവിടെ മുള്ളു കുത്തി, വേദനിച്ചിട്ട് വയ്യ. ഭഗവാൻ ഉറക്ക കരയായി ഇരുന്നിട്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഭഗവാനെ മടിയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ കാലിൽ നോക്കുന്ന സമയത്ത് തപ്പി നോക്കുമ്പോൾ ശരിക്കും കാണില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒരു മുള്ളു തടഞ്ഞത് പോലെ തോന്നി. അതെ, അങ്ങനെയൊന്ന് നോക്കിയാൽ പോലെ അത് വലിച്ചെടുക്കുക. അയ്യോ അത് വലിച്ചെടുത്തിട്ട് കിട്ടില്ല പറയുമ്പോൾ, അതെ അത് പല്ലുകൊണ്ട് കടിച്ചിട്ടെടുത്തോളാൻ പറയണം. നോക്കണേ ഭഗവാന്റെ പാദം എങ്ങനെയുള്ളതാണ്. താമരപ്പൂവിൻ്റെ എതള് പോലെ മുദ്ര മനോഹരമാണ് ഭഗവാന്റെ പാദങ്ങൾ. അങ്ങ് ആ പാദം മൂലം കാണാൻ ആർക്കും ഭാഗ്യം ഉണ്ടാവാറില്ല. ഇത് ഈ അടിച്ചു വാരുന്ന അയാൾക്ക് ഭഗവാന്റെ പാദത്തിനെ ചുംബിക്കാനുള്ള അവസരം ഭഗവാൻ കൊടുക്കുക ചെയ്യണത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ എടുത്തിട്ട് കൊണ്ടുപോകും, ആ ഗോവിന്ദസ്വാമിയുടെ അടുത്ത് വരെ എന്നെ എടുത്തിട്ട് കൊണ്ടുപോകുമെന്ന് പറയാണ്. അപ്പോൾ ഇദ്ദേഹം നടക്കുന്നുണ്ട്, പക്ഷേ ഭഗവാന് ചുമലുള്ളത് ആർക്കും കാണണില്ല എന്നാണ്. അദ്ദേഹത്തിന് മാത്രമേ ഭഗവാനെ കാണുന്നുള്ളൂ. പരിശുദ്ധ ഭക്തന്മാർക്കേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ചുമലിലെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി ഇവിടെ ഇറക്കി വെച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം ഈ ഭഗവാൻ ഗോവിന്ദസ്വാമിയുടെ അടുത്ത് വന്നു. അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയുകയാണ്. അങ്ങനെ ഇഷ്ടം പോലെ കഴിക്കുക ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അത് പോരാ ഭഗവാൻ ഇങ്ങനെ ഇഷ്ടം പോലെ കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് എത്ര കഴിച്ചിട്ടും ഭഗവാന് മതിയാവില്ല, ഇനിയും വേണം എന്ന് ഭഗവാൻ പറയുക. അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ തൻ്റെ ഉത്തരീയത്ത് അരയിൽ കെട്ടിയിട്ടുണ്ട്. അരയിൽ കെട്ടിയിട്ട് കഴിക്കണതല്ല, ഞാൻ ഈ വിളമ്പളമൊക്കെ എവിടെ പോയി കാണില്ല, വിളമ്പളമൊന്നും കാണില്ല, ഞാൻ കഴിച്ചു എന്ന് പറയാം. ഭഗവാൻ കഴിച്ചിട്ടില്ല, എവിടെയുണ്ട്? ഭഗവാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താ, ആ ഭഗവാൻ ആ ഉത്തരീയത്തിൻ്റെ ഉള്ളിലൊക്കെ തിരികെ വെച്ചിരിക്കുകയാണ്. അനേകം ഈ റോട്ടിയൊക്കെ ഇവിടെ തിരികെ വെച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് പിന്നെയും കഴിക്കാനാന്ന് പറഞ്ഞാൽ ഭഗവാൻ തിരികെ വെച്ചിരിക്കുന്നത്. അയ്യോ സമയം വൈകി, ഇനി നമുക്ക് പോവണ്ടേ എന്ന് ചോദിക്കുകയാണ്. ക്ഷേത്രം തുറന്നിട്ട് വിട്ടൽജി അവിടെ കണ്ടില്ലെങ്കിൽ വിട്ടൽജാജ് പണ്ഡിറ്റ് എന്നെ എന്തൊക്കെയാ വഴക്ക് പറയാമെന്നറിയില്ല, പോവണ്ടേന്ന് ചോദിക്കുമ്പോൾ പോവണം എന്ന് പറഞ്ഞ് ഭഗവാൻ എഴുന്നേൽക്കുമ്പോഴാണ് ഈ റൊട്ടി മുഴുവൻ താഴത്തേക്ക് കൊഴിഞ്ഞു വീഴും. അതൊക്കെ വേഗം എടുത്ത് വെച്ചിട്ട് വീണ്ടും അരയിൽ വെച്ചിട്ട് കെട്ടി. എന്നിട്ട് പറഞ്ഞു, അതെ അവിടെ ഒരാളിരിക്കുന്നുണ്ട്, അതെൻ്റെ കൂട്ടുകാരനെന്ന് പറയുന്നു. തന്നെ ഈ ചുമലിലെടുത്ത് കൊണ്ടുവന്ന ആളുണ്ടല്ലോ, ആ ആളുടെ അടുത്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് അയാളുടെ വായിൽ കൊടുക്കുകയാണ് കഴിക്കാനായിട്ട്. ഭഗവാനും അദ്ദേഹം കൂടി ഇരുന്നിട്ട് ഈ റൊട്ടി ഇങ്ങനെ കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചതിന് ശേഷം ഇനി എന്നെ കൊണ്ടുപോകൂ എന്ന് പറയാണ്. അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇവിടെ ആ ശ്രീനാഥിൻ്റെ അടുത്തേക്ക് കയറാൻ താഴെ ഗോവിന്ദകുണ്ടുണ്ട്. ഗോവിന്ദകുണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, അവിടെ ഇതൊക്കെ കഴിച്ചതാണ്, ഇനി ശുദ്ധമായിട്ട് വേണം പോകാനായിട്ട്, അതുകൊണ്ട് ആചമനം ചെയ്യൂ ഇറങ്ങിയിട്ടെന്ന് പറയാം. ഗോവിന്ദസ്വാമി പറയാണ്, ആചമനം ചെയ്യാനായിട്ട് ഇറങ്ങിയതും പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ഞാൻ ഒന്നുകൂടി ഇറങ്ങിയാലോ ചോദിക്കുകയാണ്. അങ്ങനെ ആചമനം ചെയ്യാനായിട്ട് ഇറങ്ങിയതോടുകൂടി അദ്ദേഹം നേരെ വെള്ളത്തിലേക്ക് ചാടുകയാണ്. ഭഗവാൻ അയ്യോ വെള്ളത്തിലേക്ക് ചാടിയല്ലോ, എന്താ വേണ്ടത്, അവിടെ ക്ഷേത്രത്തിൽ നട തുറക്കാൻ നേരം വൈകി, ഇവിടെ അങ്ങനെ കളിച്ചാൽ പറ്റില്ല, അതെ എന്നെ പിടിക്കൂന്നും പറഞ്ഞിട്ട് ഭഗവാൻ അവിടുന്ന് ഉറക്ക കരയാണ്. അപ്പോൾ ഗോവിന്ദസ്വാമിയും കൂടി വെള്ളത്തിലേക്ക് വലിച്ചിറക്കി. എന്നിട്ട് രണ്ടുപേരും കൂടി വെള്ളത്തിൽ മുങ്ങി നീന്തി തുടിച്ച് കളിച്ചു ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കൂടെ. എന്നാൽ ഗോവിന്ദസ്വാമിയെ മാത്രമേ ആളുകൾ കാണുള്ളൂ, ഭഗവാനെ ആർക്കും കാണില്ല എന്നാണ്.
എന്നിട്ട് ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്ക് നട തുറക്കാറായപ്പോഴേക്ക് ഭഗവാൻ ഗോവിന്ദസ്വാമിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നേരെ ശ്രീകോവിലേക്ക് നട തുറക്കാറായപ്പോഴേക്ക് ഭഗവാൻ ആനന്ദമയനാണ്. ആനന്ദ ചിന്മയനാണ് ഭഗവാൻ. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകൾ പലതും നമ്മൾക്ക് വൃന്ദാവനത്തിൽ ഇന്നും കാണാൻ സാധിക്കും. പക്ഷേ വിശ്വാസമുള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, അല്ലാത്തവർക്ക് കാണാൻ സാധിക്കില്ല എന്നാണ്. കാരണം എന്താ? പ്രേമ അഞ്ജനച്ഛുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം. ആദിപുരുഷനായിട്ടുള്ള ഗോവിന്ദൻ്റെ പല പല ലീലകളും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നും അന്ന് നടന്നു, പണ്ട്, പിന്നെ 100-400 വർഷങ്ങൾക്ക് മുമ്പേ നടന്നു. ഇന്നും ഭഗവാൻ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനുള്ള മനസ്സ് വേണം നമ്മൾക്ക് എന്ന് മാത്രം. അപ്പോൾ ഈ കഥകളൊക്കെ നമ്മൾ എന്തിനാ പറയണത്? ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് നമ്മളെ മനസ്സ് എത്തിച്ചേരാൻ, ഭഗവാന്റെ ലീലകളിൽ കൂടെ നമ്മളുടെ മനസ്സ് പരിശുദ്ധമായി തീരാൻ. ഇവിടെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നെന്മേനി മനയിലുള്ള ഉണ്ണിയുടെ ആ കട്ടത്തൈര് വേണം. പിന്നെന്താ വേണ്ടത്? പോരാ, എനിക്ക് കൊണ്ടാട്ടവും കൂടി വേണം എന്നാണ്. പിന്നെ ഉപ്പുമാങ്ങയും കൂടി വേണം എന്ന് ഭഗവാൻ പറയുകയാണ്. അങ്ങനെ ആ ഉണ്ണി കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള ആ കൈപ്പക്കയുടെ കൊണ്ടാട്ടവും പിന്നെ ഉപ്പുമാങ്ങയും ഇതുകൂടി കൂട്ടി ഭഗവാൻ സുഖമായിട്ട് ഊണ് കഴിച്ച് പാത്രം പുറത്തേക്ക് വെക്കുമ്പോൾ എന്താ, പാത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അതിൽ നിവേദ്യമില്ല. കാരണം അതൊക്കെ ഭഗവാൻ കഴിച്ചു എന്നാണ് പറയണത്. അപ്പോൾ ഈ ഉണ്ണിയെ വഴക്ക് പറയുന്നത് കേട്ടതിന് ശേഷമാണത്രേ ഭഗവാൻ പിന്നെ നോക്കുകയുള്ളൂ കഴിക്കാതെ ആയത്. അതിന് ശേഷമാണത്രേ വിഭവങ്ങളെല്ലാം ഉണ്ട്, എന്നാലും ഉണ്ണി തൻ്റെ സ്വന്തം കൈകൊണ്ട് കൊടുക്കുന്നത് വേണമെന്ന് ഭഗവാന് ആഗ്രഹം എന്നാണ്. അപ്പോൾ ഇതേപോലുള്ള ലീലകൾ നമ്മൾ അതും ഇത് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ വൃന്ദാവനത്തെ ലീലകൾ നമുക്ക് വിശ്വസിക്കാം. ഇന്നും ഭഗവാൻ പല ഭക്തന്മാരോടും ലീലകൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതിന് വിശ്വാസം വേണം, എന്നാൽ മാത്രമേ അത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ആ വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ തിരുനാമജപത്തിൽ കൂടെ മാത്രമേ വിശ്വാസം ഉണ്ടാവുള്ളൂ. രാധാകൃഷ്ണ സ്മരണയിൽ കൂടെയാണ് നമ്മളുടെ വിശ്വാസം പൂർണ്ണമായിട്ട് മാറുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മഹാമന്ത്രത്തിൽ കൂടെ നമ്മൾക്ക് വിശ്വാസം പൂർണ്ണമാവുകയും ഈ ലീലകളെല്ലാം നമ്മളിലേക്ക് സ്വയം നമ്മൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഹരേ കൃഷ്ണ.